ഹായ് ഫ്രണ്ട്സ്, ഞാൻ ന്യൂസിലൻഡിലാണ് ഉള്ളത്. അത് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. കാരണം ഞാൻ ഒരു വർഷം മുമ്പ് ന്യൂസിലൻഡിൽ വന്നതാണ്. ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ന്യൂസിലൻഡിനെ കുറിച്ച് ഒരു കാര്യം വീഡിയോയിൽ കൂടെ നമ്മുടെ അറിയുന്ന ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. അതുകൊണ്ട് ഇടുന്ന വീഡിയോ ആണിത്. അപ്പോൾ ന്യൂസിലൻഡിലേക്ക് ഞാൻ വന്നത് വിസിറ്റിംഗ് വിസയിലാണ് വന്നത്. അപ്പോൾ ഇവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വിസിറ്റിംഗ് വിസയിൽ നമ്മളിവിടെ ഒരു ജോലി അന്വേഷിച്ച് വരാൻ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവരോട് ആദ്യമേ ഞാൻ പറയാം, ഈ ഒരു സാഹചര്യത്തിൽ ന്യൂസിലൻഡിലേക്ക് കയറി വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. ഈ സാഹചര്യത്തിൽ വളരെ കുറവാണ്. മാത്രമല്ല, വിസിറ്റിംഗ് വിസയിലാണെങ്കിൽ നമുക്കൊരു 98% ജോലി കിട്ടത്തില്ല. കാരണം നമ്മൾ ഏത് കടയിൽ പോയി ഏത് ചെറിയ എന്ത് പണിക്ക് വേണമെങ്കിലും, ഏത് കൂലിപ്പണി എന്ന് പറയുന്ന പരിപാടി ഇവിടെ ഇല്ല. എന്നാലും നമ്മൾ ഏതെങ്കിലും കടയിലോ അങ്ങനെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് നമുക്ക് വിസിറ്റിംഗ് വിസയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വർക്ക് വിസ തന്നെ വേണം എന്നാണ് എല്ലാവരും തന്നെ പറയുന്നത്. മാത്രമല്ല, കൂടുതലും നേഴ്സുമാർ നേഴ്സിംഗ് ജോബ് ഇഷ്ടംപോലെ ഉണ്ട് എന്ന് നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരു ഇതുണ്ട്. ന്യൂസിലൻഡിൽ വന്നു കഴിഞ്ഞാൽ നേഴ്സിംഗ് ജോബ് കിട്ടാൻ എളുപ്പമാണ്. ക്യാപ്പ് കോഴ്സ് അതേപോലെയുള്ള കോഴ്സുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാൻ സാധ്യത കൂടുതലാണ് എന്നൊക്കെ ഒരു വർത്തമാനമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2024 തുടക്കത്തിലോ അതിന് തൊട്ട് ചേർന്നോ വന്നേക്കുന്ന ഒരാളോട് ചോദിച്ചാൽ അറിയാം, വളരെ സ്ട്രഗ്ലിംഗ് ആണ്. ഒരു നേഴ്സിംഗ് ജോലി പോലും ക്യാപ് കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരാൾക്ക് പോലും ഇവിടെ ജോലി സാധ്യത ഇല്ല എന്നുള്ളതാണ് സത്യം. അത് നമ്മൾ ക്യാപ് കോഴ്സിന് നാട്ടിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ഓരോ വ്യക്തികൾ വരാൻ നോക്കുന്നത്, ഓരോ സുഹൃത്തുക്കൾ വരാൻ നോക്കുന്നത്. അവരുടെ ഒരു അറിവിലേക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ്. ന്യൂസിലൻഡിൽ ഇപ്പോൾ വന്നിട്ട് യാതൊരു കാര്യവുമില്ല. ന്യൂസിലൻഡ് നമ്മൾ നാട്ടിൽ കേൾക്കുന്ന പോലത്തെ ഒരു ലൈഫല്ല ഇവിടെ. ഇവിടുത്തെ ഒന്നാമത്തെ കാര്യം, നമ്മുടെ തൊട്ട അയൽവാസികൾ ആരാണെന്ന് പോലും ഒരു 90% ന്യൂസിലൻഡ് ആൾക്കാർക്കും അറിയില്ല. കാരണം അവരവരുടേതായിട്ടുള്ള ഒരു ലോകത്താണ് എല്ലാവരും ജീവിക്കുന്നത്. ജോലിയുള്ളവർ ജോലിക്ക് പോകുന്നു, വരുന്നു, ഏതെങ്കിലും അവധി ദിവസം ഒരുമിച്ച് വന്നാൽ അടുത്ത ഏതെങ്കിലും പാർക്കിൽ പോകുന്നു, സ്വന്തം കുടുംബമായിട്ട് ജസ്റ്റ് ഒന്ന് കളിച്ച് തിരിച്ചു വരുന്നു. ഇതാണ് ഇവിടുത്തെ ലൈഫ്. പിന്നെ 2 വ്യക്തികൾക്ക് ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ന്യൂസിലൻഡിൽ ഒന്ന് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ചിലവ് അതേപോലെ കൂടുതലാണ്. അപ്പോൾ ഞാനിവിടെ 1 വർഷമായിട്ട് ഇപ്പോൾ നിലവിൽ ഇവിടെ ന്യൂസിലൻഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ക്യാപ്പ് കോഴ്സ് ചെയ്യാൻ വരുന്ന ഓരോ സുഹൃത്തുക്കളെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രഗ്ലിംഗ് ആയിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ക്യാപ്പ് കോഴ്സ് കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് നമുക്കിവിടെ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ വേറൊരു സ്ഥലത്തും ജോലിക്ക് ആളെ എടുക്കുന്നില്ല ഈ നേഴ്സുമാരെ. അപ്പോൾ നിലവിൽ ഇവിടെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് ഇവർ എടുക്കുന്നത്. ഇവിടെയാണെങ്കിൽ നിറച്ച് എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാരാണ്. കൂടുതലും ഈ ഫിലിപ്പീൻസാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അത് കാരണം അവരുടേതായ രാജ്യത്തു നിന്നുള്ള ആൾക്കാരെ കൂടുതൽ സെലക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഇവിടെ ഉണ്ട്. മറ്റൊരു വിഭാഗക്കാരാണ്, മറ്റൊരു ഇത് കേട്ടേക്കുന്നതാണ്, നമ്മൾ സ്റ്റുഡൻറ്റ് വിസയിൽ നമുക്ക് ന്യൂസിലൻഡിലേക്ക് വരാം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുമായിരിക്കും. അവരുടെ ഡിപ്പെൻഡന്റ്മാരെ നമുക്ക് ന്യൂസിലൻഡിലേക്ക് കൊണ്ടുവരാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട് നിലവിൽ. അവർ ആണെങ്കിലും എങ്ങനെയാണെന്ന് നമ്മൾ കരുതിയിരിക്കണം, അത്രേ ഉള്ളൂ. അതായത് സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവർക്ക് മണിക്കൂറിന് ഇത്ര മണിക്കൂർ മാത്രമേ ചെയ്യാമുള്ളൂ എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഈ ന്യൂസിലൻഡ് ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതും നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എല്ലാം സെറ്റ് ആവും എന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ സ്ട്രഗ്ലിംഗ് ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞോളൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ വന്ന് പരിചയപ്പെട്ട് അറിഞ്ഞത് വെച്ച് എനിക്കറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഡിപ്പെൻഡന്റ്മാരെ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. അവർക്ക് വർക്ക് വിസ കിട്ടും. പക്ഷേ എന്നിരുന്നാൽ പോലും അവർക്ക് ഇവിടെ വന്ന് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ട് വേണം അവർ വരാൻ. തൂപ്പ് ജോലിയോ കടയിൽ നിൽക്കാനോ അങ്ങനെ എന്ത് ജോലി കിട്ടിയാലും നിൽക്കാൻ പാകത്തിന് വേണം ഇവിടേക്ക് കയറി വരാനായിട്ട്. മാത്രമല്ല, അവർക്ക് 20-24
$24 സംതിങ് ആണ് അവർക്ക് മണിക്കൂറിൽ കിട്ടത്തുള്ളൂ. ആദ്യമേ വരുമ്പോൾ അത്രയാണ് കിട്ടത്തുള്ളൂ. ഒരു 95% ആൾക്കാർക്കും അങ്ങനെയാണ് കിട്ടത്തുള്ളൂ, ഞാൻ അറിഞ്ഞത് വെച്ചിടത്തോളം. അപ്പോൾ അതും വെച്ച് നമുക്ക് ചിലവ് മാത്രം കടന്നു പോകാം എന്നുള്ള ഒരു സ്ഥിതി മാത്രമേ ഇപ്പം ന്യൂസിലൻഡിലുള്ളൂ. കാരണം ന്യൂസിലൻഡിൽ ചിലവ് വളരെ കൂടുതലായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈവൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ന്യൂസിലൻഡിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം നല്ല ദൂരമാണ് ഏത് സ്ഥലത്തേക്ക് പോകണമെങ്കിലും. എപ്പോഴും മഴ വരാം, എപ്പോൾ വേണമെങ്കിലും കാറ്റ് വരാം, എപ്പോൾ വേണമെങ്കിലും മറ്റേ കോടമഞ്ഞ് ഇറങ്ങി വരാം. അതേപോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ. അന്നേരം എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് വാഹനം ഇല്ലെങ്കിൽ ബസ്സിനെ ആശ്രയിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ബസ്സിന് നമുക്ക് ടൈമിങ് ശരിയാവില്ല. ബസ്സിൽ പോകേണ്ട അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ഒരുപാട് നേരത്തെ വീട്ടിൽ നിന്ന് റെഡിയായി പോകേണ്ടതായിട്ടുള്ളൊക്കെ അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് എന്തായാലും മസ്റ്റാണ് വരുമ്പോൾ. അപ്പോൾ എന്നാന്ന് പറഞ്ഞാൽ ഇവിടെ ന്യൂസിലൻഡ് ഗവൺമെൻറ് അടുത്ത ഭേദഗതി ഇറക്കിയേക്കാണ്. നമ്മൾ ഓരോ തവണ ലൈസൻസ് ചേഞ്ച് ചെയ്യാൻ, ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കൺവേർട്ട് ചെയ്യുന്ന കേസാണെങ്കിൽ പോലും ഓരോ തവണ നമ്മളിവിടെ സിറ്റ് ചെയ്യുമ്പോഴും ഡ്രൈവിംഗ് ടെസ്റ്റിന് ചെല്ലുമ്പോഴും അവർ അതിൻ്റെ ഫീസ് ഓരോ തവണയും എടുക്കുകയാണ്. അത് മാത്രമല്ല, അവർ ഫസ്റ്റ് ടൈമിലൊന്നും ഒരിക്കലും നമ്മളെ പാസ്സാക്കത്തില്ല. കാരണം ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നാൽ പോലും അവർ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് നമ്മളെ തോൽപ്പിക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക്, പിന്നെ മാത്രമല്ല നമ്മൾ വിസ ചേഞ്ച് ചെയ്യാനൊക്കെ ഇടുന്ന ഒരു അവസ്ഥയൊക്കെ ഇപ്പോൾ അവർ വിസ ചേഞ്ച് ചെയ്യണതിൻ്റെയൊക്കെ റേറ്റ് ഡബിളാക്കിയേക്കുകയാണ്. നമ്മൾ ഒരു 20% കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാവുന്ന കേസാണ്. പക്ഷേ എങ്കിൽ ഇപ്പോൾ വന്നേക്കുന്ന എല്ലാം വിസ പുതുക്കുന്നതും അതേപോലത്തെ ഉള്ള മൈഗ്രേഷൻ സംബന്ധമായിട്ടുള്ള എന്ത് കേസുകൾക്കും ഇവരുടെ ഫീസ് ഡബിൾ ആക്കിയേക്കാണ്, 100 മടങ്ങിലധികം ആക്കിയേക്കാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ന്യൂസിലൻഡിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ന്യൂസിലൻഡിൽ ഒരു സാധാരണ ഫാമിലിക്ക് നാട്ടിൽ നിന്ന് വരുന്ന ഒരു ഫാമിലിക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ ഒരു വീടിന് ഏകദേശം ആവറേജ് ഒരു $500 എന്തായാലും ചിലവ് വരും. ആഴ്ചയിലാണ് ഞാൻ കണക്ക് പറയുന്നത്. ആഴ്ചയിൽ $500 എന്തായാലും ചിലവ് വരും റെൻ്റായിട്ട്. അത് കൂടാതെ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, വൈഫൈ എന്നൊക്കെ കൂടി വേറൊരു ബില്ലും കൂടെ വരും. അപ്പോൾ ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മൾ ഇങ്ങോട്ടേക്ക് വരാൻ. അപ്പോൾ ഞാനിങ്ങനെ പറയാൻ കാരണം നിരുത്സാഹപ്പെടുത്തുന്നതല്ല, ഇവിടുത്തെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ സുഹൃത്തുക്കൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ കേൾക്കുമ്പോൾ ഒരു മനസ്സിൽ ഒരു കരുതി വെച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാനുള്ള ഒരു ഇതുണ്ടാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മെസ്സേജ് ഇടുന്നതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അവർക്കൊരു ചെറിയൊരു ഗ്രാഹ്യം കിട്ടും, എന്താണ് ന്യൂസിലൻഡ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു അറിവ് വെച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കും. നമ്മൾ നാട്ടിൽ പറഞ്ഞു കേൾക്കുന്ന പോലത്തെ ഒരു അവസ്ഥയല്ല ന്യൂസിലൻഡിൽ നിലവിലുള്ളത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. താങ്ക് യു.